ഈ വീഡിയോയിൽ നോക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ, അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ഒരു 60 ഡേയ്സ് 60 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് കവർ ചെയ്യാം, വിജയിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനാണെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ തന്നെയാണ്. അപ്പോൾ ആ സിലബസ് തന്നെ മതി. പക്ഷേ മെയിൻസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല. മെയിൻസ് നമുക്ക് പ്രത്യേകിച്ച് സിലബസ് PSC തന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് 2 പേപ്പറാണുള്ളത്. അത് പറയാം അതിനെക്കുറിച്ച്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ പറയാം. 60 ഡേയ്സ്, അപ്പോൾ ഇന്ന് തുടങ്ങി ഒരു 60 ദിവസം കൊണ്ട് ഈ പ്രിലിമിനറി പരീക്ഷ വിജയിക്കാനായിട്ട് നമുക്ക് ഉള്ള മാർഗം നോക്കാം. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് പറയാം. 60 ഡേയ്സ് 60 ദിവസത്തേക്കുള്ള സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ആദ്യത്തെ 15 ദിവസം ഇവിടെ നമുക്ക് സിലബസ് അനുസരിച്ച് തന്നെ പോകാം. ആദ്യത്തെ 15 ദിവസം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സിലബസ് പൂർണ്ണമായും ഇത് കവർ ചെയ്യാൻ സാധിക്കും ഈ 60 ദിവസം കൊണ്ട്. 60 ദിവസത്തിൽ കൂടുതൽ നമുക്ക് പരീക്ഷയ്ക്കുണ്ടാകും. മെയ് 24-നാണ് ഫസ്റ്റ് സെക്ഷൻ തുടങ്ങുന്നത് പരീക്ഷ പ്രിലിമിനറിയുടെ. അപ്പോൾ ഫ്രണ്ട്സ്, എന്താണെങ്കിലും അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ടോപ്പിക്സ് കവർ ചെയ്ത് കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ആകാനുള്ള ഒരു ടൈമുണ്ട്. ഇവിടെ ആദ്യത്തെ 15 ദിവസം ഇന്ന് തുടങ്ങിയുള്ള 15 ദിവസം ഹിസ്റ്ററി, എക്കണോമിക്സ്. അപ്പോൾ ഈ നമ്മുടെ സിലബസിലുള്ള ഈ 2 ഭാഗങ്ങൾ, ഹിസ്റ്ററിയും അതോടൊപ്പം തന്നെ ഇവിടെ എക്കണോമിക്സുമാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും പഠിച്ച് തീർക്കുക. ഈ 15 ദിവസത്തിനുള്ളിൽ പഠിച്ച് തീർക്കുക. ഈ 2 സബ്ജക്റ്റും പഠിച്ച് തീർക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം ഹിസ്റ്ററിയും എക്കണോമിക്സും പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 10-15 ദിവസം ഇങ്ങനെ മാറി മാറി പഠിക്കുന്ന സമയത്ത് ബോറടിക്കുന്ന സാഹചര്യം ഒക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ അവിടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. കൂടുതലും മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാം. ടോപ്പിക്സ് വൈസും ചെയ്യാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ മാത്സ് കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. കുറഞ്ഞത് ഒരു ദിവസം ഒരു 25 മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. 25 ക്വസ്റ്റ്യൻസ് അത് നമുക്ക് ടോപ്പിക് വൈസ് 25 ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ കംപ്ലീറ്റ് ടോപ്പിക്കും ഇല്ലേ, അപ്പോൾ ഈ കംപ്ലീറ്റ് ടോപ്പിക്കിൽ ഉള്ള മിക്സഡ് ക്വസ്റ്റ്യൻസ്, ഈ മിക്സഡ് ക്വസ്റ്റ്യൻസ് വെച്ച് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. ടോപ്പിക്ക് വൈസ് വേണമെങ്കിലും പഠിക്കാം. അതോടൊപ്പം ഓരോ മണിക്കൂർ ഈ 3 സബ്ജക്റ്റിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ബോറടിക്കുന്ന സമയം, ചിലപ്പോൾ 20 മിനിറ്റേ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 10 മിനിറ്റേ പഠിക്കാൻ പറ്റുള്ളെങ്കിൽ അത് പഠിച്ചതിന് ശേഷം ഹിസ്റ്ററി, എക്കണോമിക്സ് നോക്കുക. അങ്ങനെ അതിനിടയിൽ ഈ 3 ടോപ്പിക്സുകളും കവർ ചെയ്യുക. ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിർബന്ധമാണ്. ഡെയിലി തന്നെ അത് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവിടെ 50 മാർക്കിനാണ് ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 50 മാർക്കാണ്. നിർബന്ധമായിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്ത് പഠിക്കുക തന്നെ വേണം ഡെയിലി. ഇനി വരുന്നത് ഈ 15 ദിവസത്തിനിടയിൽ സൺഡേ, സാറ്റർഡേ വരുമല്ലോ. അവിടെ ചെയ്യേണ്ടത് മോഡൽ ക്വസ്റ്റ്യൻസ് കൂടുതലായി ചെയ്യുക. മോഡൽ ക്വസ്റ്റ്യൻസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ടില്ലേ, ഇത് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നതാണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ ഒത്തിരി ഉണ്ട്. അത് എന്ത് ചെയ്യുക, ഇത് മെയിൻസിൻ്റെയാണ്, സബ് ഇൻസ്പെക്ടർ. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് ഉപയോഗിക്കുക. ഇത് സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സെറ്റായിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വരുന്നത് ഉപയോഗിക്കാം. അല്ലാതെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ എങ്ങനെയാണെങ്കിലും മോഡൽ ക്വസ്റ്റ്യൻസ് കൂടുതലായി ചെയ്യുക. അതോടൊപ്പം PYQ അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇനി ഒന്നുള്ളത് ഈ സൺഡേ, സാറ്റർഡേ കറണ്ട് അഫേഴ്സ് വളരെ പ്രധാനമാണ്. അതും ഇതിനോടൊപ്പം തന്നെ നോക്കിപ്പോവുക. അത് ആഴ്ചയിൽ നോക്കിയാൽ മതിയാകും. അപ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അതും അങ്ങ് ഇതിനോടൊപ്പം തീർന്നു പോകുക. ഈ 15 ദിവസത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ തീർക്കുക. അടുത്ത 15 ദിവസം ജിയോഗ്രഫി ആൻഡ് സിവിക്സ്, ജിയോഗ്രഫിയും സിവിക്സും നോക്കുക. അതോടൊപ്പം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പ്ലസ് ആണ്. പിന്നെ ഇവിടെ വരുന്ന സൺഡേ, സാറ്റർഡേ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. മോഡൽ ക്വസ്റ്റ്യൻസ്, PYQ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒത്തിരി ഓർമ്മശക്തിയുള്ള ആൾക്കാരായതുകൊണ്ട് ഈ തലേ ദിവസം പഠിക്കുന്നത് പിറ്റേന്നത്തേക്ക് ഫുൾ ഓർമ്മയുണ്ടാവും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത്, മോഡൽ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തില്ലെങ്കിൽ ഈ പഠിക്കുന്നതെല്ലാം മറന്നുപോകും. നമ്മുടെ 60 ദിവസം കഴിയുമ്പോഴേക്കും
പഠിച്ച് പോയത് എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറയുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് തന്നെ പോകും. 100 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത്, എല്ലാം കൂടിയുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ നോക്കും. അറിയാവുന്നത് നമ്മൾക്ക് ശരിയാകും, ഇല്ലാത്തത് ഓടിച്ചെന്ന് വീണ്ടും അവിടെ ഒന്ന് നോക്കുക. ഇങ്ങനെ നമുക്ക് ഈ ടോപ്പിക്സുമായി, നമ്മൾ പഠിച്ചു വരുന്ന ടോപ്പിക്സുമായി ഒരു ബന്ധമുണ്ടാകും. എങ്കിൽ മാത്രമേ നമ്മുടെ പഠനത്തിൽ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ആദ്യത്തെ 30 ദിവസത്തെ കാര്യം പറഞ്ഞു. ഇനിയുള്ളത് അടുത്ത 15 ദിവസമാണ്. അവിടെ 45 ദിവസമാകും. അന്നുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. പിന്നെയുള്ളത് അവിടെയും ഇതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അവിടുത്തെ സൺഡേ സാറ്റർഡേയിലും ഇത് തന്നെ ആവർത്തിക്കുക. പിന്നെയുള്ളത് അടുത്ത 45 മുതൽ 60 ദിവസം വരെയുള്ളത് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. പിന്നെയുള്ളത് കമ്പ്യൂട്ടർ സയൻസ്. ഇവിടെയും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ആവർത്തിക്കുക. അതോടൊപ്പം സൺഡേ സാറ്റർഡേ PYQ, കറണ്ട് അഫേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാം അവിടെയും നോക്കി തന്നെ പോകുക. അപ്പോൾ ഏകദേശം നമ്മൾ 60 ദിവസമാകുമ്പോഴേക്കും എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ടാകും. പരമാവധി മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ വരുന്നത് 60 ദിവസത്തിന് ശേഷം വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടെ പരീക്ഷയ്ക്ക് കിട്ടും. അപ്പോൾ അവിടെ വരുമ്പോൾ വീണ്ടും നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം അറിയാത്ത ടോപ്പിക്സ് വീണ്ടും പഠിക്കാനുള്ള അവസരം കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ എന്ന് തോന്നുവാണെങ്കിൽ ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഫോളോ ചെയ്താൽ മതിയാകും. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇനിയുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഇതിൻ്റെ മെയിൻ പരീക്ഷയാണ്. അതിൻ്റെ സിലബസ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 പേപ്പറുണ്ട് മെയിൻ പരീക്ഷയ്ക്ക്, 100 മാർക്കിൻ്റെ വീതം ഓരോ പേപ്പർ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് തന്നിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തെ പേപ്പറിലുള്ള സിലബസ് ആണെങ്കിൽ നമുക്ക് പരിചിതമാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ പരീക്ഷകളിൽ എഴുതി ശീലിച്ച് പഠിച്ച് ശീലിച്ചും ഒക്കെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനിയുള്ളത് 2ാമത്തെ പേപ്പറാണ്. ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന സാഹചര്യമുണ്ട്. ഇവിടെ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, 2, 3 ഇങ്ങനെയാണ് ഓരോ ടോപ്പിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മൊഡ്യൂൾ 1 പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനാണ്. അത് 10 മാർക്കിനാണ്. ഇതൊക്കെ എത്രത്തോളം നമുക്ക് പരിചയമുണ്ട് എന്നത് നമ്മൾ വായിച്ച് നോക്കിയാൽ മാത്രമേ, ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വായിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇതൊക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചധികം എളുപ്പമായിരിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് കാര്യങ്ങൾ അറിയാമായിരിക്കും, അവർക്കിതൊക്കെ നല്ല പരിചയമുണ്ടാകും. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനാണ് അവിടെ ഉള്ളത്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അതും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കോമണായിട്ട്, അതായത് പൊതുവായി പഠിച്ചു വരുന്നവർക്ക് ഇത്തിരി പരിചയക്കുറവുള്ള ടോപ്പിക്സുകളാണ് ഇതൊക്കെ. പിന്നെയുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് പരിചയമുള്ളത് തന്നെയാണ്. ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അതിനകത്തൊക്കെ ഉള്ളത്. പിന്നെയുള്ളത് ഇനി പരിചയക്കുറവുള്ളത് കേരള മോഡൽ എക്കണോമിയാണ് ആൻഡ് ഡെവലപ്മെൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരള മോഡൽ എക്കണോമി എന്ന് പറയുന്നത്. ഇത് 15 മാർക്കിനാണ് ഇതിന് ചോദിക്കുന്നത്. അതായത് മൊഡ്യൂൾ 5ഉം മൊഡ്യൂൾ 6ഉം ഇതിനകത്തുനിന്ന് 15 മാർക്ക് വീതം 30 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മൊഡ്യൂൾ 5 ആണ്. അതെ, കേരളാസ് എക്കണോമി സിൻസ് ദ ഫോർമേഷൻ ഓഫ് ദി സ്റ്റേറ്റ്. അവിടെ നിന്ന് തുടങ്ങുകയാണ്. അതായത് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ച സമയം തൊട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അവിടെ നിന്ന് തുടങ്ങുകയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവിടെ നിന്നേ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ മൊഡ്യൂൾ 6 കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. നമ്മുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഇവിടെ SCERT പുസ്തകങ്ങൾ നമുക്ക് കിട്ടും. ഇതിൻ്റെ സോഴ്സ് SCERT സ്റ്റേറ്റ് സിലബസുകളിൽ നമുക്ക് കിട്ടും. കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കുഞ്ഞു ക്ലാസ് +1 +2 ഒക്കെ ഒന്ന് അരിച്ച് പറക്കി നോക്കുക കിട്ടും. അത് എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇത് കേട്ടിട്ടുള്ള ടോപ്പിക്സ് പരിചയമുള്ളത് തന്നെയാണ്. നല്ല ഡീറ്റെയിൽഡായിട്ട് വേണം. പിന്നെ എൻവയോൺമെൻറ്റൽ ലോസ് ഇൻ ഇന്ത്യ, ഇതൊക്കെ ഇത്തിരി ടഫായിട്ടുള്ള ഏരിയാസാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിപ്പോയേ പറ്റുള്ളൂ. പിന്നെ ഈ ഗവേണൻസ്, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. 10 മാർക്ക് വീതം ചോദിക്കും. ഇവിടെയും 10 മാർക്കാണ്. അപ്പോൾ ഈ 2ാമത്തെ പേപ്പർ ഇത്തിരി കട്ടിയാണ്, ടഫ് തന്നെയാണ്. അത് നമ്മൾ കരുതി തന്നെ പഠിച്ചേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് 100 മാർക്കിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയാണ് ഉൾപ്പെടുത്താനുള്ളത്. ഇനി വരുന്ന വീഡിയോയിൽ ബാക്കി ഉൾപ്പെടുത്താൻ. താങ്ക് യു. ബൈ.